ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രഞ്ച് ടോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്കൊരു വെറൈറ്റി രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പരന്ന ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് പാലെടുക്കാം. 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചാണ് വിസ്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് വിസ്ക് ചെയ്യാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബ്രെഡ് എടുക്കാം. ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഈ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ ബാക്കിയുള്ള ബ്രെഡ് കൂടെ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഓയിലിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബട്ടറാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മാറ്റിയെടുക്കുന്നത്. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹണിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ റെസിപ്പീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്